അങ്ങനെ പാണ്ഡവന്മാരെ ഏത് വിധത്തിലെങ്കിലും അവിടെ നിന്ന് അകറ്റണമെന്ന് ദുര്യോധനൻ, ശകുനി, ദുശാസനൻ, കർണൻ തുടങ്ങിയവർ തീരുമാനിച്ച് ധൃതരാഷ്ട്രരുടെ അനുവാദം വേണം. അപ്പം അതിന് വേറൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 ആൾ കൂടുന്നിടത്തൊക്കെ മനുഷ്യർ പാണ്ഡവന്മാരെ പ്രശംസിക്കുക. യുധിഷ്ഠിരൻ, ധർമ്മപുത്രൻ, എന്തൊരു നല്ല രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭരണം ഉണ്ടല്ലോ, അതുപോലെ വേറെ ആരെ കൊണ്ടൊന്നും ഭരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ എല്ലാ ആളുകളും പാണ്ഡവന്മാർ അർജുനനെ പറ്റി, അർജുനനോ കണ്ട എന്തൊരു യോഗ്യൻ, ഭീമൻ്റെ ശക്തി, നകുല സഹദേവന്മാരെ സൗന്ദര്യം, രക്ഷയില്ല, ഇവരെന്നെ ഏറ്റവും നല്ല രാജാക്കന്മാരെന്ന് അങ്ങാടികളിൽ, ആൽത്തറകളിൽ 4 ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ ജനങ്ങളിങ്ങനെ പ്രശംസിച്ച് സംസാരിക്കുന്നത് ദുര്യോധനൻ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് തീരെ സഹിക്കാൻ വയ്യണ്ടായി. എന്താ ചെയ്യപ്പോൾ അങ്ങനെ അവസാനം ധൃതരാഷ്ട്രരുടെ അടുത്ത് വന്നു. ഒരു കാര്യം ചെയ്യണം അച്ഛൻ, എന്താ ചെയ്യപ്പെടാ നോക്കിയാലും പാണ്ഡവന്മാരെ പ്രശംസിക്കുക ജനങ്ങൾ, അതുകൊണ്ട് അച്ഛൻ അവരെ ഇവിടുന്ന് അകറ്റാനുള്ളൊരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരാം, വഴി ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം, അതിന് അനുവാദം തരണം. കുട്ടികളെ അതിന് ദോഷമുണ്ട്, എൻ്റെയും ആശയം ഐഡിയ തന്നെയാണ്, പാണ്ഡവന്മാരെ ഇവിടുന്ന് ഓടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഐഡിയ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ആളുകൾ അവരെ അനുകൂലിക്കും, ജനങ്ങൾ അവർക്ക് ഭയങ്കര അനുകൂലമാണ്. അത് മാത്രമല്ല, പാണ്ഡുവായിരുന്നു എനിക്ക് മുമ്പ് രാജാവ്, ഇപ്പോൾ പാണ്ഡുവിൻ്റെ മന്ത്രിമാരാണ് ഇപ്പോഴും ഉള്ളത്, ഇവിടെയുള്ള ധനമൊക്കെ അദ്ദേഹം സംഭരിച്ചതാണ്, സൈന്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആളുകളാണ്. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് വളരെ സൂക്ഷിച്ച് പാണ്ഡുവിൻ്റെ മക്കളെ ഇവിടുന്ന് എന്തെങ്കിലും തരത്തിൽ നമുക്ക് അകറ്റാം. അങ്ങനെ അകറ്റുന്നത് സംശയം കൂടിയതാണ്, അല്ലെങ്കിൽ ജനങ്ങൾ നമ്മൾക്കെതിരെ തിരിയും. അതിന് അച്ഛന് കണ്ണില്ലാത്തതുകൊണ്ട് ദുര്യോധനൻ പറയണം അച്ഛന് രാജാവാൻ പറ്റിയില്ല, പാണ്ഡു രാജാവായി. ഇനി പാണ്ഡുവിൻ്റെ മകൻ, അതായത് ധർമ്മപുത്രൻ രാജാവാവും, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ രാജാവാവും, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ രാജാവാവും. ചുരുക്കത്തിൽ ഞങ്ങൾ വെറും ഇവരുടെ ആശ്രിതന്മാരായിട്ട്, നിസ്സാരന്മാരായിട്ട്, ആരാലും പരിഗണിക്കപ്പെടാതെ അവിടെ കഴിയേണ്ടി വരും. അതുപ്പാരൊരു കഷ്ടം. അച്ഛൻ്റെ ഒരു കാര്യം ചെയ്താൽ മതി, പാണ്ഡവന്മാരെ ഇവിടുന്ന് വാരണാവതത്തിലേക്ക് അകറ്റാൻ അച്ഛൻ അനുമതി നൽകിയാൽ മതി. കുറച്ച് കാലം അവരവിടെ താമസിക്കട്ടെ, അവർ തിരിച്ചു വരുമ്പോഴേക്കും ഈ രാജ്യം നമുക്ക് അധീനവും, കുറച്ചെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പാണ്ഡു ഉണ്ടാക്കിയതാണ്, സൈന്യങ്ങൾ പാണ്ഡു കൊണ്ടുവന്നതാണ്, ഇവരെയൊക്കെ ഞാൻ ധനം കൊടുത്ത് എൻ്റെ വശത്താക്കാം, അച്ഛന് അനുവാദം തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ധൃതരാഷ്ട്രൻ്റെ നിർദ്ദേശപ്രകാരം ഇവരെ വാരണാവതത്തിലേക്ക് അയക്കാനാണ് പരിപാടി, വാരണാവതം എന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഗൂഢാലോചന കഴിഞ്ഞു. അപ്പോൾ അത് ഹിഡൻ അജണ്ട തത്വത്തിൽ അംഗീകരിച്ചു. എന്തെന്ന്, പാണ്ഡവന്മാരെ ഇവിടുന്ന് ഓടിക്കുക, കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നോട്ടെ എന്നൊരു ഹിഡൻ അജണ്ട തത്വത്തിൽ അംഗീകരിച്ചു. ഇനി അത് നടപ്പാക്കാൻ ധൃതരാഷ്ട്രം തന്നെ വഴി കണ്ടെത്തി. ധൃതരാഷ്ട്രൻ്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർ പാണ്ഡവന്മാരെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഒരാൾ, എന്താ അങ്ങനെ നടക്കണേ, വാരണാവതം എന്നൊരു സ്ഥലം കേട്ടിട്ട് അവിടെ വലിയ ഉത്സവമാണ്, ശിവൻ്റെ ഉത്സവമാണ്, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്, തൃശ്ശൂരിൽ അതിൻ്റെ മുമ്പിലൊന്നുമില്ല, ഇതും വലിയ ഉത്സവമല്ലേ, പോയി കാണൂ. ഒരാൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ വേറൊരാളോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, എന്തത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയെ, ആരണാവതത്തിലേക്ക് പോവും, ഉത്സവം കാണും, അത് ഗംഭീര കാഴ്ചയിൽ. ഇങ്ങനെ പാണ്ഡവന്മാരോട് ധൃതരാഷ്ട്രൻ്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർ വാരണാവതം കേമാണ്, അവിടെ നടക്കുന്ന ഉത്സവം കേമാണ്, അത് പോയി കാണൂ, എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. മോഹൻലാൽ ഉർവശിയോട് പറഞ്ഞ മാതിരി ഈ ജാക്കറ്റും മുണ്ടും സഞ്ചിയും ആഭരണങ്ങളൊക്കെ എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച എന്ന് പറഞ്ഞാൽ അതുമാതിരി വാരണാവതത്തിലെ ഉത്സവം എന്തൊരു കേമം എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ധൃതരാഷ്ട്രൻ കുറേശ്ശെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ പാണ്ഡവന്മാർക്കും ചെറിയൊരു കൗതുകം, ധർമ്മപുത്രൻ ഭീമസേനൊക്കെ ഉണ്ടായി. അപ്പോൾ ധൃതരാഷ്ട്രൻ ഇത് കേൾക്കാൻ നിൽക്കുക, പാണ്ഡവരെ വിളിച്ചു പറഞ്ഞു, ധർമ്മപുത്രനെ, നിങ്ങൾക്ക് വാരണാവതത്തിലേക്ക് പോകണമെന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, നിങ്ങൾ പൊക്കോളോ, കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കുമോ, സുഖമായിട്ട് താമസിക്കുമോ, ഉത്സവം കാണുമോ, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമോ, എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാമല്ലോ, നിങ്ങൾ പൊക്കോളോ. അപ്പോൾ ഈ ധൃതരാഷ്ട്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരന് ഇതിൽ ആദ്യം മുതൽക്കേ പലർക്കും സംശയമുണ്ട്. എന്തായാലും ഇപ്പം അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് പോകാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു. ഭീഷ്മൻ, ദ്രോണൻ, അതുപോലെ വിതുരൻ, പ്രമുഖന്മാരായ ആളുകളെയൊക്കെ വിളിച്ച്
രാജാവ് ധൃതരാഷ്ട്ര മഹാരാജാവ് ഞങ്ങളോട് വാരണാവതത്തിലേക്ക് ഉത്സവം കാണാൻ പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആജ്ഞാപിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്, നിങ്ങളൊക്കെ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വാരണാവതത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അവിടെ ഇവർ പുറപ്പെട്ടപ്പോൾ ആ അതായത് ഹസ്തിനപുരത്തിൽ അവിടെയുള്ള ആളുകളൊക്കെ കൂടി, അവിടെ ബ്രാഹ്മണന്മാർ, അവിടെയുള്ള പ്രജകളൊക്കെ കൂടി ആലോചിച്ചു, ഈ ധൃതരാഷ്ട്രം ചെയ്യുന്നത് ശരിയാണോ? എന്തിനാണ് അദ്ദേഹം പാണ്ഡവന്മാരെ ഇവിടുന്ന് മാറ്റുന്നത്? ദുര്യോധനൻ്റെ സൂത്രപ്പണി ഇത് രണ്ടും ചേർന്നിട്ടല്ലേ ഈ പരിപാടി ഇവർ നടത്തണത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരുടെ കൂടെ പോവാം, പാണ്ഡവന്മാരുടെ കൂടെ നമുക്കാ പോവാം, വാരണാവതത്തിലേക്ക് അവിടെ താമസിക്കാം, അവരെവിടെ വെച്ചാൽ അവിടെ നമുക്ക് താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, അത് ഇപ്പം വേണ്ട, നിങ്ങളിപ്പോൾ തിരിച്ചു പോകൂ, വേറെ ഒരു സന്ദർഭത്തിൽ നമുക്ക് കൂടാം എന്ന് പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ധർമ്മപുത്രനോട് വിതുരൻ പറഞ്ഞു. വിതുരൻ ഗൂഢഭാഷയിൽ, അപ്പോൾ വിതുരൻ ഈ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വിതുരന് ചാരന്മാരുണ്ട്, അതെ, ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിതുരൻ ധർമ്മപുത്രനോട് ഗൂഢഭാഷയിൽ ചില സന്ദേശം പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, ലോഹം കൊണ്ടല്ലാത്ത ആയുധം, ലോഹം കൊണ്ടല്ലാത്തതും മുറിവേൽപ്പിക്കുന്നതും, ശരീരത്തിന് മുറിവേൽപ്പിക്കുന്നതും മൂർച്ചയുള്ളതുമായ ആയുധം, ശസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. പിന്നെ കാടും മഞ്ഞും നശിപ്പിക്കുന്നവനെ കാട്ടിലെ ഗുഹകളിൽ താമസിക്കുന്നവരെ നശിപ്പിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കിയൊന്നുകൊണ്ട് രക്ഷപ്പെടാൻ വഴിയുണ്ട്. ഇത് കേട്ടാൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷേ ഇതൊരു ഗൂഢഭാഷയിലാണ് ഈ സന്ദേശം. അതായത് ലോഹം കൊണ്ടല്ലാത്ത ആയുധം, നല്ല മൂർച്ചയുള്ള ആയുധം, ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന ആയുധം, അത് തീയാണ്. അതെ, ഇതുകൊണ്ട് ഇത് മനസ്സിലാക്കി, ഇതാണ് ആയുധം എന്ന് മനസ്സിലാക്കി ബുദ്ധിമാന്മാർക്ക് രക്ഷപ്പെടാം. പിന്നെയോ കാട് നശിപ്പിക്കുക തീയാണ്, മഞ്ഞ് നശിപ്പിക്കുക തീയാണ്. ഇത് നശിപ്പിക്കുന്നവനെ, കാട്ടിൽ ഗുഹകളിൽ താമസിക്കുന്നവനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തീയാണ്, കാട് നശിപ്പിക്കുന്നത് തീയാണ്, മഞ്ഞ് നശിപ്പിക്കുന്നത് തീയാണ്. ഗൂഢഭാഷയാണ്. അപ്പോൾ വിതുരന് ഗൂഢഭാഷ അറിയാം, ധർമ്മപുത്രർക്ക് ഗൂഢഭാഷ അറിയാം, കോഡ് ലാംഗ്വേജ്. ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് വാരണാവതത്തിലേക്ക് പാണ്ഡവന്മാർ തേരിൽ കയറാൻ നിൽക്കുമ്പോൾ വിതുരൻ പറഞ്ഞതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ താമസിച്ചാൽ നിങ്ങളെ തീ വെച്ച് നശിപ്പിക്കും, അതിനുള്ള പ്ലാനുണ്ട്, അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ നക്ഷത്രങ്ങൾ നോക്കി വഴി നടക്കുന്നവന് വഴി തെറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഒക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു ധർമ്മപുത്രൻ. അങ്ങനെ ഇവർ തേരിൽ കയറി കുറച്ച് ദൂരം ചെന്നപ്പോൾ കുന്തി ധർമ്മപുത്രരോട് ചോദിച്ചു, നിന്നോട് യാത്ര തിരിക്കുമ്പോൾ വിതുരൻ എന്തോ ചിലത് പറഞ്ഞു, നീ അതിന് മനസ്സിലായി എന്ന് മറുപടി പറഞ്ഞു. അതെന്താ പറയാൻ വിരോധമില്ലാത്തതായി ഞങ്ങളോട് പറയൂ. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇതാണ് പരിപാടി, അതായത് നമ്മളെ വാരണാവതത്തിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുന്നതാണ് വിതുരൻ പറഞ്ഞതിൻ്റെ സാരം. അത് മനസ്സിലാക്കി നമ്മൾ രക്ഷപ്പെട്ടാൽ, അതാണ് ഗുഹകളിൽ താമസിക്കുന്നവനെ കാട് നശിപ്പിക്കുന്നവനും മഞ്ഞ് നശിപ്പിക്കുന്നവനും നശിപ്പിക്കാൻ പറ്റില്ല, ഗുഹയെക്കൂടെ രക്ഷപ്പെട്ടോളാണ് തീ വെച്ചാൽ. അതാണ് സംഗതിയില്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. അവർ വാരണാവതത്തിൽ ചെന്നു. അപ്പോൾ വാരണാവതത്തിലേക്ക് ഇവരെ അയക്കാൻ തീർച്ചപ്പെടുത്തി. അത് തത്വത്തിൽ അംഗീകരിച്ച സമയത്തിങ്കൽ, അപ്പം തത്വത്തിലായിട്ടുള്ളൂ, ഇനി പ്രയോഗം വേണ്ടേ. ആദ്യം ഇവരെ പറഞ്ഞയച്ചു, 4 ആളെ കൂട്ടി ഓരോന്ന് പറയിപ്പിച്ചിട്ട്. അപ്പോൾ ദുര്യോധനൻ അപ്പുറത്ത് വേറെ ചില ഗൂഢാലോചനകൾ തുടങ്ങി. ദുര്യോധനൻ ആദ്യം ചെയ്തത്, പാണ്ഡവന്മാരിപ്പോൾ വാരണാവതത്തിലേക്ക് പോകാൻ അച്ഛൻ്റെ അപ്രൂവൽ, ധൃതരാഷ്ട്രൻ്റെ അപ്രൂവൽ കിട്ടി. അതെ, ദുര്യോധനൻ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള പുരോചനൻ എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു. മന്ത്രി, പുരോചന, ഈ രാജ്യം മുഴുവൻ എൻ്റെ കയ്യിലാവാൻ പോവുക. അങ്ങനെ വന്നാൽ പുരോചനനും അതിലൊരു പങ്ക് കിട്ടും, തനിക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ രാജ്യം. താൻ ഒരു കാര്യം ചെയ്യണം, ഞാൻ ചില കാര്യങ്ങൾ ഗൂഢമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, താൻ അത് നടപ്പാക്കണം. താൻ മാത്രമേ എനിക്കൊരു രക്ഷയുള്ളൂ, ഞങ്ങൾക്ക് ഇനി താനേ ഉള്ളൂ, ഗഫൂർക്കയാണ് ഞങ്ങളുടെ ദൈവം എന്ന് നാടോടിക്കാറ്റിൽ പറഞ്ഞതുപോലെ ദുര്യോധനൻ പറഞ്ഞു.